ജനുവരി 1. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ദിന ആശംസകൾ നേരുന്നു. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അലമാക്യൂസ്, വിശുദ്ധ ബെയോക്, വിശുദ്ധ ക്ലാരൂസ്, വിശുദ്ധ കോന്നാത്ത്, വിശുദ്ധ കുവാൻ. നമ്മുടെ കർത്താവിൻ്റെ ചേതന തിരുനാളും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളും ഈ ദിവസം ആചരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം, ദൈവമാതാവ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ഇന്ന് സഭ ആചരിക്കുകയാണ്. സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവപാപം കൂടാതെയുള്ള ജനനത്തിന് നിദാനം ദൈവമാതൃത്വമാണ് എന്ന വിശ്വാസമാണ് ദൈവമാതൃത്വ തിരുനാളിന് പിന്നിലുള്ളത്. എഫേസോസ് സുന്നകദോസ് AD 430 മറിയം ദൈവമാതാവാണെന്ന വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയം. ആ മറിയത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: മറിയമില്ലാതെ രക്ഷയില്ല. നസറത്തിലെ മറിയം സ്ത്രീയും അമ്മയുമാണ്. മാനവികതയിൽ ദൈവികത മെനഞ്ഞെടുത്തവളാണ് നസറത്തിലെ മറിയം. ഒരു സ്ത്രീയിലൂടെ യാഥാർത്ഥ്യമായ ദൈവമനുഷ്യ ഉടമ്പടിയുടെ മഹോത്സവമാണ് ദൈവമാതൃത്വ തിരുനാൾ. മറിയം യേശുവിൻ്റെ അമ്മയായതിൻ്റെ ആഘോഷമാണ് ഈ തിരുനാൾ. അനുസരണം, വിനയം, സമർപ്പണം, പവിത്രത തുടങ്ങിയ സദ്ഗുണങ്ങളിൽ അധിഷ്ഠിതമായ സ്ത്രീത്വത്തിൻ്റെ ഒരു ആദർശത്തിന് നിദാനമാണ് പരിശുദ്ധ കന്യകാമറിയം. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുന്നു: യാതൊരു കാരണത്താലും ഏകകർത്താവായ യേശുക്രിസ്തുവിനെ 2 പുത്രന്മാരായി, അതായത് ദൈവപുത്രനും മനുഷ്യപുത്രനും എന്ന് വേർതിരിക്കാവുന്നതല്ല. മനുഷ്യ ആളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, പ്രത്യുത വചനം മാംസമായി എന്നാണ്. വചനം മാംസത്തോടും രക്തത്തോടും ചേർന്നു എന്നാണ്. വചനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു. വചനം മാംസം സ്വീകരിച്ചപ്പോൾ മാംസമായി തന്നെയിരുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ലൂക്ക 1:43 എന്ന എലിസബത്തിൻ്റെ ചോദ്യം ദൈവമാതൃസ്ഥാനത്തിൻ്റെ അംഗീകാരമാണ്. ദൈവമാതാവ് എത്ര അവർണ്ണീയമായ ഒരു സ്ഥാനം! സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവഭാവം കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദൈവമാതൃത്വമാണ്. മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ച എഫേസോസ് സുന്നകദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമായിരുന്നു നൽകിയിരുന്നത്. ദൈവത്തിൻ്റെ മാതാവ് അല്ലെങ്കിൽ ദൈവം വഹിക്കുന്നവയാൾ എന്ന് കരുതപ്പെടുന്ന പരിശുദ്ധ മാതാവ് നിത്യകന്യകയായിരുന്നു. സഭയിൽ മേരിയുടെ പങ്കിനെക്കുറിച്ചുള്ള അധ്യായത്തിൽ വത്തിക്കാൻ രണ്ടാമൻ്റെ സഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് ഭരണഘടനയിൽ മറിയത്തെ 12 തവണ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്നയാളാണ് അമ്മയായ മറിയം. കന്യകാമറിയത്തിന് ദൈവമാതൃസ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മറിയമേ, ദൈവമാതാവേ, അങ്ങ് ഈ നവവത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ. ഇന്നേ ദിവസം നമ്മുടെ കർത്താവിൻ്റെ ചേതനാചാരവും നമ്മൾ ആചരിക്കുന്നു. ക്രിസ്തുമസിൻ്റെ 8-ാം ദിവസം യഹൂദ നിയമമനുസരിച്ച് ഈശോ ചേതനാചാരത്തിന് വിധേയനായി. എല്ലാ നീതിയും നിറവേറ്റാനും ദൈവ നിയമത്തോട് അനുസരണ പഠിക്കുവാനും ലോകത്തിലേക്ക് വന്ന ഈശോ മോശയുടെ നിയമമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിജാതിയരിൽ നിന്ന് വേർതിരിച്ച് ഏകദൈവവാദം ഉറപ്പിക്കാനാണ് അബ്രഹാമും സന്തതികളും ചേതനാചാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചത്. ഇത് സംബന്ധിച്ച് ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശിശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ലൂക്ക 2:21. ഈശോ, എത്ര പരിശുദ്ധമാണ് ഈ നാമം! രക്ഷകൻ എന്നർത്ഥമുള്ള ഈ നാമത്തിലല്ലാതെ വേറൊരു നാമത്തിൽ രക്ഷയില്ല. ഈ നാമം ഉച്ചരിക്കുമ്പോൾ ഭൂവാസികളും സ്വർഗവാസികളും കുമ്പിടുന്നു, പിശാചുക്കൾ പലായനം ചെയ്യുന്നു. ഈശോ എന്ന നാമം എൻ്റെ അധരങ്ങൾക്കും ഹൃദയത്തിനും മധുവായിരിക്കും. അന്ത്യനിശ്വാസത്തിലും ആ തിരുനാമം ഉച്ചരിക്കുവാൻ നമുക്ക് ഈശോയോട് വരം ചോദിക്കാം. എൻ്റെ പ്രിയപ്പെട്ട യേശുവേ, ഈ നവവത്സരത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ.